2 മണിക്കൂറിലധികം സമയമെടുത്ത് നിലമ്പൂരിൽ നടന്ന പൊതുയോഗത്തിൽ പി വി അൻവർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെയും ADGPയെയും അതിശക്തമായ രീതിയിൽ വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ വിശദീകരിച്ചതാണ് ഈ സമയം മുഴുവൻ. പക്ഷേ ആ സമയത്ത് കൃത്യമായ രീതിയിലുള്ള വിമർശനം, അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ നടത്തി. ഞാൻ പറഞ്ഞു, CM ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. CMന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25%, 30%-ലേക്ക് വെറുപ്പായി. ഒപ്പം തന്നെയാണ് MR അജിത് കുമാറാണ് ഈ പോലീസിലെ 25% വരുന്ന ഒരു ക്രിമിനൽ സംഘം പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ തലവനായി, ക്രിമിനൽ മാഫിയ തലവനായി പ്രവർത്തിക്കുന്നത് ADGP MR അജിത് കുമാറാണ്. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGPക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോടാ അവിടുന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ്. ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ ഒരു നക്സസ് പ്രവർത്തിക്കുന്നു. അതായത് CPM-ന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം, അത് BJP നേതാക്കന്മാർ തമ്മിലും ഒരുമിച്ചുണ്ട്. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോ? അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ. ഒപ്പം തന്നെ അദ്ദേഹം ഇനി എന്താണ് തന്റെ മുന്നോട്ടുള്ള നീക്കമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും പറഞ്ഞു. ഇനി അഥവാ തനിക്ക് ജീവാപായം സംഭവിച്ചാൽ ജനങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുക്കണം എന്ന് തുടങ്ങി അതിവൈകാരികമായ രീതിയിൽ അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ പോവുകയുണ്ടായി. കയ്യും കാലും വെട്ടേണ്ടവരെ വെട്ടണം. എന്റേത് വെട്ടിയിട്ടൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയ ശേഷം പാർട്ടിയിൽ നിന്നും കൃത്യമായ ഒരു സഹായം, ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും സഹായം കിട്ടിയില്ല എന്ന് തുടങ്ങിയുള്ള അതിശക്തമായ വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഈ 10-15 മിനിറ്റിൽ ഈ കോമാളി വേഷം ഈ പറയുന്ന EN മോഹൻദാസിന്റെ അച്ഛനായിരുന്നല്ലോ ആ റോൾ എടുക്കല്. അതുകൊണ്ട് ഈ കോമാളി എന്നുള്ള പേരിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു വിട്ടേക്ക്, സാരല്ല, ഒരു അച്ഛനെ ഓർമ്മിക്കുകയാണല്ലോ കോമാളി എന്ന് പറയുമ്പോൾ. നിലമ്പൂരിൽ നിന്നും മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.